ഹേ തിരുപ്പതി അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് കാട്ടാളൻ എന്ന പെപ്പെ ചിത്രത്തിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ സിനിമ ഞാൻ ഇന്ന് രാവിലെ DF തന്നെയാണ് കണ്ടത്. റിവ്യൂ രാത്രിയാണ് ഞാൻ പൊതുവെ ചെയ്യാറ്, അതാണ് ഇത്ര ലേറ്റ് ആയത്. അപ്പോൾ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് പെപ്പെ, ജഗദീഷ്, ഇവരാണ് മെയിൻ ലീഡായിട്ട് ക്യാരക്ടേഴ്സ് വരുന്നത്. പിന്നെ നമ്മുടെ തെലുങ്കിൽ നിന്ന് സുനിലുണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ കബീർ ദുഹാൻ, അങ്ങനെ കറക്റ്റ് പേരെന്ന് തോന്നുന്നു. പിന്നെ ഫീമെയിൽ ലീഡായിട്ട് ഒരു ഫീമെയിലായിട്ട് വരുന്നത് ദുഷ്യറാന്ന് ലാസ്റ്റ് ക്ലൈമാക്സ് പാക്റ്റിന് അടുക്കുമ്പോഴാണ് വരുന്നത്. അപ്പോൾ ആ സിനിമയെ പറ്റി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആണ് സിനിമ. നെഗറ്റീവ് റിവ്യൂസൊക്കെ എല്ലാവരും ഇപ്പോൾ കേട്ട് കാണും. അപ്പോൾ സിനിമയ്ക്ക് എന്താണ് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞുതരാം. പ്രത്യേകിച്ച് നമുക്കൊരു ഫീലിംഗ് ഒന്നും കിട്ടാത്തൊരു ഒരു ഹൈ മൊമെൻറ്റ്സോ അല്ലെങ്കിൽ എന്താ നമുക്ക് മാർക്ക് പോലൊക്കെ കണ്ട പോലെ, അതായത് നമ്മുടെ ഒരു മാർക്ക് പ്രതീക്ഷിക്കുന്നില്ല പോലും. കാരണം ട്രെയിലർ ആയാലും പെപ്പയുടെ ലുക്ക് ആയാലും പോലും നമ്മുടെ മാർക്കൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ ഷരീഫ് മുഹമ്മദിനെ നമുക്ക് ചെറിയൊരു വിശ്വാസമുണ്ട്, ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റിന് ചെറിയ വിശ്വാസമുണ്ട്. പിന്നെ പോൾ ജോർജ് ആണ് ഒരു പുതിയ സംവിധായകനാണ്, നമ്മുടെ ആ കേസ് വിട്ടേക്കണം. നമ്മുടെ ഷരീഫ് മുഹമ്മദ് എന്തായാലും ഒരു കിടിലൻ സിനിമ തന്നെ ആയിരിക്കും. പിന്നെ ഒരു മാർക്കോ യൂണിവേഴ്സിലായിട്ട് അവർ ബന്ധപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. ക്യാമിനെ പറ്റിയൊക്കെ എല്ലാവരും അറിഞ്ഞു കാണും, അവർ ഒഫീഷ്യലായിട്ട് ഇട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിലാണ് ആരാ ക്യാമിയോ എന്ന് പറയുന്നില്ല. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ എൻ്റെ പുതിയ വീഡിയോയിൽ എന്തായാലും ഞാനത് പറയുന്നതായിരിക്കും. പിന്നെ പെപ്പേനെ പറ്റി തന്നെ നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാം. പെപ്പയുടെ ലുക്ക് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു ആവറേജ് ലുക്കായിട്ടാണ് തോന്നിയത്. അതായത് സിനിമ അത് തന്നെ പറഞ്ഞു വെക്കണത് ഒരു സാധാരണ ഒരു എന്താ സ്മഗ്ലർ എന്ന് പറയാൻ പറ്റില്ല, ഒരു സാധാരണ ഒരാളെ പോലെ തന്നെ കാണിച്ചിരിക്കണം. കോസ്റ്റ്യൂം ആണെങ്കിൽ പോലും ഇപ്പം ഞാൻ ഇട്ടിരിക്കണ ബനിയനോ അല്ലെങ്കിൽ അതുപോലത്തെ ഷർട്ടൊക്കെ ആണ് നമ്മുടെ പെപ്പ് ഇട്ടേക്കാം. അതുപോലെ തന്നെ ആ ക്യാരക്ടറിൻ്റെ ഒരു ഔട്ട്കം വന്നിരിക്കുന്നത് ഒരു സാധാരണ ഒരാൾ തന്നെയാണ്. നമ്മുടെ ഒരു തൊട്ടെടുക്കുന്ന ആൾക്കാർ, അതായത് നമ്മുടെ ഇപ്പം ജഗദീഷൊക്കെ ഇടുന്ന പോലത്തെ സൈഡ് ക്യാരക്ടേഴ്സില്ലേ, അതുപോലത്തെ ഒരാളായിട്ട് തന്നെ നമുക്ക് തോന്നണത്. അത് ഇത്തിരി മെയിൻ ലീഡിൽ നിന്നൊന്ന് മാറിയിരിക്കണ പോലെ തോന്നി. അതാണ് പെപ്പയുടെ ലുക്ക്. പിന്നെ സ്വാഗ് ഞാൻ കുറച്ചെങ്കിലും പ്രതീക്ഷിച്ചു. ഉണ്ണിമുന്തൻ്റെ സ്വാഗൊന്നും നമ്മൾ ഒരിക്കലും നമ്മുടെ പെപ്പയിൽ വിചാരിക്കുന്നില്ല. പക്ഷേ RDS ഒക്കെ സിനിമ കണ്ടവർക്ക് അറിയാം, പെപ്പയുടെ കിൻഡൽ ഇടിക്ക് ഒടുക്കത്തെ പവർ തന്നെയാണ്. അത് പിന്നെ RDSൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ള റീസൺ, അത് ആരാണ് ആ ഒരു സ്വാഗിനുള്ള കാരണക്കാരനൊക്കെ നമുക്ക് എന്തായാലും ഈ ഓണത്തിന് എന്തായാലും അറിയാം. അയാൻ ഗെയിം ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് പെപ്പയുടെ ഒരു മാജിക് ആണോ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടറിൻ്റെ മാജിക് ആണോ നമുക്ക് എന്തായാലും നോക്കാം. പെപ്പയ്ക്ക് ഒരു തരം സ്വാഗും എനിക്ക് തോന്നിയില്ല. ഒരു കാരണം മെയിനായിട്ട് കിക്ക് കിട്ടേണ്ട ഒരു ഭാഗം തന്നെയായിരുന്നു. പെപ്പയുടെ മെയിൻ നടനാണല്ലോ, അപ്പോൾ ആ ഭാഗമൊക്കെ ഭയങ്കര വീക്കായിട്ട് തോന്നി. പിന്നെ ഡയലോഗ് ഡെലിവറി, ചില ഡയലോഗൊക്കെ ഇത്തിരി അച്ചടിച്ച ചുമ്മാ പറയണ, അതായത് ഇപ്പം അന്തോണിസ് പുണ്യാളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു ഡയലോഗ് ഉണ്ട്, ഒന്നും തോന്നാനുള്ള സാധാ നമ്മൾ പറയണ പോലെ ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ. പിന്നെ പെപ്പെ ഈ ഒരു മാസ് ഡയലോഗ് പറയുമ്പോൾ എന്തോ ഒരു തോന്നലാണ്, ചുമ്മാ അതായത് ആക്ട് ചെയ്യാന്നുള്ള രീതിയിൽ, അതായത് മാസിന് വേണ്ടി പറയണ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എൻ ക്രെഡിറ്റ്സിനെ പറ്റി ഇവർ ഒരു ഇതിട്ടുണ്ടായിരുന്നു. എൻ ക്രെഡിറ്റ്സ് ഒക്കെ മൊത്തം AI വെച്ച് കൊളാക്കിയെന്ന് ഞാൻ പറയുള്ളൂ. അതിനേക്കാളും ബെറ്റർ AI ഇപ്പോൾ ചത്താപ്പച്ച അതുപോലത്തെ ഇപ്പം നമ്മുടെ ഡ്രാഗൺ സിനിമയിലൊക്കെ AI ഇല്ല, അതൊക്കെ ഇത്തിരി കൂടെ ബഡ്ജറ്റാണെന്ന് അറിയാം. എങ്കിൽ പോലും നമ്മുടെ ഷെരീഫ് മുഹമ്മദ് ബഡ്ജറ്റിനെ പിടിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അതൊക്കെ ഇത്തിരി കൂടെ ബെറ്റർ ആക്കായിരുന്നു. ഒരു തരം ബോറായിരുന്നു. 2 എൻ ക്രെഡിറ്റ്സ്, അതായത് അവർ പറഞ്ഞ ആ 3 എൻ ക്രെഡിറ്റ് സീനും ബോറ് തന്നെയായിരുന്നു. പിന്നെ എനിക്ക് ആകെ ആശ്വാസം കിട്ടിയത് ഒരൊറ്റ ഒരാളെ മാത്രമാണ്, നമ്മുടെ ജഗദീഷ്, പിന്നെ സുനിൽ, കബീർ സിംഗ് അല്ല കബീർ ദുഹാൻ. അപ്പം ഇവർ നമ്മുടെ വില്ലനായ സുനിലും ഈ കബീർ, ഇവർ രണ്ടുപേരാണ് മെയിൻ ലീഡായിട്ട് വരുന്നത്. വില്ലന്മാരെ കൊളാക്കിയിട്ടില്ല എന്നൊരു സമാധാനമുണ്ട്, അവർക്ക് കിട്ടില്ല തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു പെപ്പേക്കാല സ്ക്രീൻ പ്രസൻസ് ഒക്കെ നമ്മുടെ സുനിലിനുണ്ട്, അതെന്തായാലും നൈസ് തന്നെയായിരുന്നു. പിന്നെ പറയാനുള്ളത് ജഗദീഷ്, പുള്ളി എടുക്കാത്ത റോളിൽ എന്ന് പറയേണ്ടി വരും. നല്ല കിടിലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പണ്ട് കാണുന്ന, അതായത് ഇതിനു മുന്നേ വന്ന സിനിമകളിലൊക്കെ ഉള്ള സെയിം ഒരു റോള് തന്നെയാണ്, സൈഡ് റോള് പോലത്തെ റോള് തന്നെയാണ്. പക്ഷെ അതെങ്കിലും പുള്ളി കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ജഗദീഷ് മാത്രമാണ് സിനിമയിൽ ഒരു പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഫീമെയിലായിട്ട് വരുന്ന ഒരു ദുഷ്യറ എന്നൊരു നടിയാണ്. ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടൊന്നുമില്ല, ക്ലൈമാക്സിൽ ജസ്റ്റ് വന്ന് പോകുന്നു. പിന്നെ നമുക്ക് എല്ലാവരും കാത്തിരിക്കണമല്ല നമ്മുടെ ഹനാൻ ഷാ പറ്റിയാണ്. ഹനാൻഷയ്ക്ക് പാട്ട് പരിപാടി മാത്രം പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ആക്ടിങ് പുള്ളിയുടെ ഒരു ഫീൽഡ് പോലും അല്ല, ചുമ്മാ ഇതിലേക്ക് കൊണ്ടുവരണ്ടായിരുന്നു എനിക്ക് തോന്നി. ഒരൊറ്റ ഡയലോഗ് പോലും ഇല്ല, ചുമ്മാ വെറുതെ വരുന്നു, അങ്ങോട്ട് പോകുന്നു, പെപ്പനെ സഹായിക്കുന്നു, അങ്ങനത്തെ ഉള്ള പരിപാടി മാത്രമേ ഉള്ളൂ. എന്തായാലും ആക്ടിങ്ങും എനിക്ക് അത്ര പിടിച്ചിട്ടൊന്നുമില്ല. ചില സമയത്തുള്ള നോട്ടം സംഭവങ്ങളൊക്കെ ഒന്നും അങ്ങോട്ട് നമ്മൾ കുറ്റം പറയുന്നില്ല, കാരണം ഹനാൻഷയുടെ ഫീൽഡ് ആക്ടിങ് അല്ല, മ്യൂസിക്കാണ്. എന്തായാലും ഹനാൻഷയുടെ ആ ഭാഗവും എന്തായാലും ബോറായി പോയി. പിന്നെ
പറയേണ്ടത് നമ്മുടെ ഹിപ്സ്റ്ററിനെ പറ്റിയാണ്. ഹിപ്സ്റ്ററും നമ്മുടെ ആവേശത്തിൽ വലിയൊരു ലീഡ് റോള് കൊടുത്ത ഒരാൾ ഇത് വളരെ സൈഡായി പോയി. സൈഡ് അത്ര ചെറിയൊരു റോളായി പോയി. എങ്കിലും കുഴപ്പമൊന്നുമില്ല. അലോഷി അങ്ങനെ എന്താണ് കഥാപാത്രത്തിൻ്റെ പേര്. പിന്നെ എടുത്ത് പറയേണ്ടത് കുറെ ചൈൽഡ് ആർട്ടിസ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ശബ്ദ ബച്ചൻ ഒരു സ്റ്റൈൽഡ് ആർട്ടിസ്റ്റ് ഇല്ല, ഞാൻ പേര് മറന്നുപോയി. ആ കൊച്ചും ഇതിലുണ്ട്. അതൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സിനിമയുടെ ഒരു മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് സിനിമയുടെ സ്കെയിൽ ഭയങ്കര വലുതാണ്. അതായത് സിനിമയുടെ സ്കെയിൽ ഇത്ര ഉണ്ടെങ്കിൽ പോലും സിനിമയുടെ കഥ ഇത് ഇത്ര ഉള്ളൂ. അതാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനൊരു ഇൻ്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്, ഈ സിനിമ ചെറിയൊരു സിനിമ ആക്കാനിരുന്നാണ് നമ്മുടെ ഷെരീഫ് മുഹമ്മദ് പറഞ്ഞ് ഇത് അത്യാവശ്യം ബിഗ് ബഡ്ജറ്റ് പടമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ കഥ വളരെ ലോക്കലായി പോയി. നമ്മുടെ പുഷ്പയുടെ ഒരു ചെറിയ 144p എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവിടെ നമ്മുടെ പുഷ്പ ചന്ദനക്കടത്താണ്, ഇവിടെ ആനയുടെ കൊമ്പ് എടുത്താണ് ഒരു പരിപാടിയാണ്. ആ കൊമ്പൊക്കെ നല്ല രസമുണ്ട്. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് നല്ല പോസിറ്റീവ് തന്നെയാണ്. അവർ കുറേ തോക്ക് സംഭവങ്ങൾ, ഈ ആനക്കൊമ്പ് അതൊക്കെ നല്ല ഒറിജിനാലിറ്റി തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ആനയുടെ സീക്വൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒറിജിനലി നൈസ് തന്നെയാണ്. പക്ഷെ ഒട്ടും തന്നെ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ട്രെയിലറിലോ ടീസറിലൊക്കെ എന്തോ കാണിച്ചപ്പോൾ ആനയുടെ ആ സീനൊക്കെ ഒട്ടും തന്നെ ഇമ്പാക്റ്റ് ഇല്ല. ഇപ്പം ഇതൊക്കെ നമ്മുടെ വെച്ച് നോക്കും പുലിമുരുകനൊക്കെ നമ്മുടെ ഭയങ്കര അപ്രിസിയേഷൻ കൊടുത്താണ്. അവരൊക്കെ VFX സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പുലിമുരുകനിലൊക്കെ റിയൽ പുലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ റിയൽ ഒരു ആനയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും അത് അത്ര വർക്കൗട്ട് ആയില്ല. എങ്കിലും കണ്ടിരിക്കാം. സിനിമയുടെ ഒരു പോസിറ്റീവ് ബോറടിക്കില്ല. 2 മണിക്കൂറുള്ളൂ. ഈ 2 മണിക്കൂർ ഉണ്ടെന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി ചെറിയൊരു പന്തികേട്. കാരണം ഇത്രയും വലിയൊരു ബഡ്ജറ്റ് പടമാകുമ്പോൾ അത്യാവശ്യം അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു 2.5 മേളിലെങ്കിലും പ്രതീക്ഷിക്കും ഇതിൻ്റെ ഡ്യൂറേഷൻ. പക്ഷേ 2 മണിക്കൂറുള്ളൂ. എനിക്ക് അങ്ങനെ പൊതുവെ ഇങ്ങനെ ഇപ്പം നമ്മുടെ ഇപ്പോൾ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ വരുന്നത് ഭയങ്കര ബോറായിട്ടൊക്കെയാണ്. പക്ഷെ അത്രയും ബോറായിട്ട് തോന്നിയില്ല. കുഴപ്പമില്ല, കണ്ടിരിക്കാം. പിന്നെ വില്ലന്മാരെ പറ്റി ഞാൻ പറഞ്ഞു, 2 പേര് നല്ല കിടിലായിട്ടുണ്ട്. പിന്നെ ഉള്ളത് ക്യാമിയോസ്, 2 ക്യാമിയോ ഉണ്ട്. അതിൽ ഒരു ക്യാമിയോ നല്ല കിടിലായിട്ടുണ്ട്, മറ്റേ ക്യാമിയോ ഇത്തിരി നേരമുള്ളൂ. ഇപ്പം എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ ചാനൽ ഇട്ടുണ്ട്. ആ ക്യാമിയോ കുഴപ്പമില്ല, വലിയ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പോലും ചുമ്മാ കുഴപ്പമില്ലാത്ത, പ്രത്യേകിച്ച് വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ ക്യാമിയോ ഇന്നത്തെ കാലത്ത് കണ്ടുമടുത്തു. അതായത് ഇപ്പോൾ ചത്താവച്ച, പള്ളിച്ചട്ടമ്പി, ബബ്ബ, കൂലി, കങ്കുവ എന്ന സിനിമകളിലൊക്കെ ഇങ്ങനെ ക്യാമിയോസ് വരുന്നതിന് ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ തന്നെ കുറേ ഉണ്ട്, ഇനി വരാൻ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമിയോ എന്ന് പറയുമ്പോൾ നമുക്കൊരു പുതുമ പോയി. അതാണ് മെയിൻ ഒരു പ്രശ്നം തന്നെ ഈ സിനിമയുടെ തന്നെ. ക്യാമിയോ വരുമ്പോൾ നമുക്ക് ഒന്നും തോന്നല്ല. അതിനിപ്പോൾ എത്ര വലിയ നടനായി പോലും നമുക്ക് പ്രത്യേകിച്ചൊന്നും ഈ സിനിമയിൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. പിന്നെ ഉള്ളത് BGM, രവി ബസൂർ. എടുത്തു പറയാൻ ഒറ്റൊരു പോസിറ്റീവ് രവി ബസൂറാണ്. മറ്റൊരു പോസിറ്റീവ് രവി ബസൂറിൻ്റെ മ്യൂസിക് കുഴപ്പമില്ല. പക്ഷേ ഇവർക്ക് ഒരു കാടിൻ്റെ ഭംഗിയോ അല്ലെങ്കിൽ ആ ഒരു ആനക്കൂട്ടോ അങ്ങനെ കാണിച്ചൊരു പ്രകൃതി ഭംഗി കുറച്ചൊക്കെ കാണിക്കായിരുന്നു. ഇത് എല്ലാ സ്ഥലത്തും ഭയങ്കര മ്യൂസിക്കാണ്, ഭയങ്കര കത്തിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ സ്ഥലം പോലും ഇല്ല. നിങ്ങൾ സിനിമയിൽ നോക്കിയാൽ പോലും ചുമ്മാ ഒരു വണ്ടി വരാൻ പോലും അവിടെ വല്ല ഹൈ BGM തന്നെ. പൊതുവെ ഒരു നടൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു സീൻ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ BGM അങ്ങനെ ഹൈ ആക്കണത്. ഇത് ചുമ്മാ ഒരു വണ്ടി വരാൻ പോലും സ്ലോ മോഷനിൽ വരാനൊക്കെ ഭയങ്കര കത്തിക്കലാണ്. അതൊക്കെ ഇത്തിരി കൂടെ പിടിക്കണ്ടായിരുന്നു, അവിടെയൊക്കെ ഇത്തിരി ശരിയാക്കണ്ടായിരുന്നു. അത് മാത്രമാണ് രവി ബസൂർ മ്യൂസിക്കിൽ എനിക്ക് ചെറിയൊരു ചേഞ്ച് മാത്രം വരുത്തായിരുന്നു. പിന്നെ മേക്കിംഗ് കിടിലായിട്ടുണ്ട്, ആർട്ട് കിടിലൻ തന്നെയാണ്. പിന്നെ വയലൻസിനെ പറ്റി വന്നാൽ മാർക്കോട് അത്രയില്ല. അത് അവർ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോലും ആക്ഷൻ ഓറിയൻ്റ് ഒരു ഫിലിമാണ്. കുറേ ആക്ഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ തന്നെ ആക്ഷൻസിക്കലിന് ബോട്ട് അങ്ങനെ കാട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൽ തന്നെ ആവശ്യമില്ലാത്ത ഫൈറ്റും ഉണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്. അതൊന്നും വേണ്ട, ചുമ്മാ വെറുതെ ആക്ഷന് വേണ്ടി. ഇതിൽ കുറേ ഇടികളൊക്കെ ഉണ്ട്, അതൊക്കെ ചുമ്മാ വെറുതെ. നമുക്ക് ഒരു 1-2 നല്ല കിടിലായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ മറ്റൊക്കെ എന്തിനോ വേണ്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഞാൻ കുറച്ചെങ്കിലും, എനിക്ക് ഈ സിനിമയോട് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും മാർക്കോ അത്യാവശ്യം നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് നല്ല ആ മീറ്റർ തന്നെ കിട്ടി. ഇവിടെ അത്ര പ്രതീക്ഷ ഇല്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതുപോലെ ഒരു രീതിയിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ നമ്മുടെ ഷാരിഫ് മുഹമ്മദിനെ എല്ലാവരും ജസ്റ്റ് ഒന്ന് കളിയാക്കണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യരുത്. നമ്മുടെ മലയാളികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഉയർത്തുകയും ചെയ്യും, അതുപോലെ തന്നെ താഴ്ത്തുകയും ചെയ്യും. പുള്ളിയാണ് നമ്മുടെ മാർക്കോ ഒക്കെ അത്രയും ബിഗ് സ്കെയിലൊക്കെ കൊണ്ടുവന്നത്. അപ്പം എന്തായാലും പുള്ളി ഇനിയും നല്ല ഗംഭീര സിനിമകളൊക്കെ കൊണ്ടുവരും. അപ്പം നമ്മൾ അവർക്ക് ഒരു റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കണം. നമ്മുടെ ഈ എന്തും സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തും പറഞ്ഞു പോകരുത്. എല്ലാത്തിനും ഒരു ലിമിറ്റൊക്കെ വെക്കണം. കാരണം അവർക്കും കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കേണ്ടതാണ്. അവർ നല്ലൊരു സിനിമ ചെയ്യും, അപ്പം മാത്രം നല്ലതെന്ന് പറയാം. അവർക്ക് മോശം സമയമുള്ള സമയത്ത് വളരെ താഴ്ത്തി പറയാണ്ടൊക്കെ ഇരിക്കുക. ജസ്റ്റ് ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ ആ ഒരു ഇതിൽ കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ ചെയ്തിട്ട് വേണം നെഗറ്റീവ് പറയാൻ. പിന്നെ ഉള്ളത് ചിൽഡ്രൻസിനെ യൂസ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ ബബ്ബ, അതുപോലെ ചൈൽഡ് ആർട്ടിസ്റ്റിനെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവർക്ക് വലിയ പരിപാടികളൊന്നും കൊടുക്കരുത്. അതായത് ഇപ്പോൾ ഇതിൽ തന്നെ ചെറിയ സ്പോയിലറാണ്,
എങ്കിലും പറഞ്ഞേക്കാം. ചൈൽഡ് ആർട്ടിസ്റ്റ് തോക്കും കൊണ്ടുവരിക, ചെറിയ വണ്ടി ഓടിച്ച്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരെ നമ്മുടെ ഓടിക്കണ എന്താ പെട്രോൾ എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു വണ്ടി ഉണ്ട്, ചെറിയ വണ്ടി, അതൊക്കെ ഓടിച്ച് വില്ലന്മാരുടെ ഒപ്പം വില്ലന്മാർക്ക് എതിരെ നിൽക്കണ്. അതൊക്കെ കുറച്ച് കല്ലേടിയൊക്കെ പോലെ തോന്നും, കാരണം അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ചെറിയ പിള്ളേരൊക്കെ അതൊക്കെ കുറച്ച് ബോറായിരുന്നു, അതൊക്കെ ഒഴിവാക്കാൻ വരുന്നത് സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ പിന്നെ അത്യാവശ്യം നല്ല ഇതൊക്കെ ചെറിയ പിള്ളേർ, പൊടി പിള്ളേരാണ് അത്യാവശ്യം. നമ്മൾ എന്താ ഇപ്പൊ ലിഫ്റ്ററിന്റെ ലെവലിൽ അധികം ഇത്തിരി കൂടെ കുറച്ച് ഏജ് കുറഞ്ഞ ഒരാളായാലും കുഴപ്പമില്ല. ഇത് ചെറിയ പിള്ളേർ കളിച്ച് കിടക്കേണ്ട കാലത്തെ പിള്ളേർ തോക്കൊക്കെ കൊണ്ട് കിടക്കാണ്. അതെനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നി. പിന്നെ ഭാഗ്യത്തിന് സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ടില്ല, അത് മാത്രമേ ഒരു ആശ്വാസമായിട്ട് തോന്നി. എനിക്കൊരു സിനിമയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാനേ പറ്റി കുറച്ച് ഇതുണ്ട്. ഞാൻ സിനിമ മോസ്റ്റ്ലി റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങൾ ഒരിക്കലും സിനിമ ഭയങ്കര കുറ്റപ്പെടുത്തുന്ന ഒരു റിവ്യൂ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഞാൻ സിനിമ കളിയാക്കുന്ന രീതിയിലൊന്നും പുതിയ താല്പര്യപ്പെടുന്ന ഒരാളല്ല. മാക്സിമം നല്ലതൊക്കെ പറയാനും ശ്രമിക്കണം, പക്ഷേ ഇതുപോലെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് വിചാരിക്കണം. ഓക്കെ. അപ്പോൾ പിന്നെ ഡയലോഗിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാണ്, ചുമ്മാ കല്ലടി പോലെയാണ് തോന്നണത്. ഡയലോഗ് സ്ക്രീൻ പ്ലേ ഒക്കെ വീക്കായിരുന്നു, സ്റ്റോറി വീക്കായിരുന്നു. നോർമൽ സ്റ്റോറി, അത്യാവശ്യം ഒരു ഇന്റർനാഷണൽ സ്റ്റോറിയൊക്കെ ഉണ്ടെന്നെങ്കിൽ ഇത് ഇത്തിരി കൂടെ ബെറ്റർ ആയിരുന്നു. പിന്നെ ചുമ്മാ മാസിനായിട്ടുള്ള സീൻ, വെറുതെ ചുമ്മാ മാസായിട്ടൊരു സീനാണ്. എന്നിട്ട് പെപ്പ കിടന്ന് ചിരിക്കണ്, കൈ പൊക്കണ്, അതൊക്കെ ചുമ്മാ. നിങ്ങൾക്ക് അത് നിങ്ങളിപ്പോൾ എങ്ങനെ കാണുന്നതെന്ന് അറിയില്ല, തിയേറ്ററിൽ എന്തായാലും പോയി കാണാൻ, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണുള്ള സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട്. ആരും നെഗറ്റീവ് റിവ്യൂ ഒക്കെ പേടിച്ചിട്ട് തിയേറ്ററിൽ നിന്ന് പോകാണ്ടിരിക്കരുത്. ഒരു അത്യാവശ്യം നൈസ് ആയിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ കാണാൻ താല്പര്യമുള്ള എന്തായാലും പോയി കാണാം. അങ്ങനെ ഒരു ഭയങ്കര മോശം പടമല്ല, എന്നാൽ ഗംഭീര ചിത്രം തന്നെ ആയിട്ടൊന്നും തോന്നിയില്ല. പിന്നെ പൊതുവെ ഇതൊരു മാർക്കോ യൂണിവേഴ്സൊക്കെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ അഡാട്ട് ജോർജിനെ കാണിക്കേണ്ട ആ സീനൊക്കെ ഭയങ്കര കയ്യടി നേടിയ, തിയേറ്ററിൽ നല്ല ഹ്യൂജ് ഇമ്പാക്റ്റുള്ള സീനൊക്കെ തന്നെയാണ്. കുറച്ച് സീനൊക്കെ ഹ്യൂജ് ഇമ്പാക്റ്റൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. മാർക്കോ യൂണിവേഴ്സ് ഇനിയിപ്പോൾ എന്താണെന്ന് നമുക്കറിയാൻ അറിയില്ല, ചുമ്മാ വെറുതെ ഒരു യൂണിവേഴ്സ് കണക്ഷൻ തന്നെയാണ്. എൻക്രെഡ് സീൻ വളരെ നിരാശപ്പെടുത്തി. എനിക്ക് ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി എൻക്രെഡ് സീനൊക്കെ ഉണ്ടല്ലോ, അതായത് മാർക്കോ സിനിമയിലെ എൻക്രെഡ് സീനൊക്കെ നൈസ് തന്നെ ആയിരുന്നു. പക്ഷെ ഇതിലാണെങ്കിൽ ഒരു എനെ വെച്ച് എന്തോ ലോർഡ് മാർക്കോനെ ഇൻട്രോഡ്യൂസ് ചെയ്ത ഒരു പോലെ തന്നെയാണ്, ആരെയും കാണിച്ചില്ല. എന്തോ വെച്ച് എന്തോ ഒരു പരിപാടി, ഏതൊക്കെ ഇത്തിരി കൂടെ ബെറ്റർ ആക്കായിരുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് കാട്ടാളനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം, നിങ്ങളുടെ റിവ്യൂ നിങ്ങൾ രേഖപ്പെടുത്താം. അപ്പം ഇത്ര. പിന്നെ ഇതിലെ ചെറിയൊരു സീൻ, ഞങ്ങൾ കോളേജിലാണ് പഠിക്കുന്നത്, കോതമംഗലത്താണ് കോളേജ്. അവിടുത്തെ ഒരു ചെറിയൊരു സീനിൽ കാണിക്കേണ്ടത്, അത് തേനി എന്ന സ്ഥലം വെച്ചാണ് കാണിക്കുന്നത്. ആ സീക്വൻസ് ഒക്കെ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ അതിലൂടെ പാസ്സായി പോയിട്ടുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ ബസ്സിൽ ആ സീനൊക്കെ കണ്ടപ്പോൾ നമുക്ക് ആ സ്ഥലമൊക്കെ പെട്ടെന്ന് പിടികിട്ടി. ആ സംഭവങ്ങളൊന്നും കുഴപ്പമില്ല, ആ സീക്വൻസും കുഴപ്പമില്ല. പക്ഷെ ആ സീക്വൻസ് ഒക്കെ എൻഡ് ചെയ്തൊക്കെ ഇതുപോലെ തന്നെ ചുമ്മാ ഒരു നാടകീയ പോലെ തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഞാൻ പറയുന്ന തോത്തൊക്കെ എന്തായാലും നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും, ഉറപ്പാണ്. കാരണം സിനിമയ്ക്ക് കുറച്ച് പോരായ്മകൾ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. കണ്ടവരാണെങ്കിൽ എൻ്റെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്താം. അപ്പോൾ ഇതുപോലത്തെ സിനിമ അവസരം റിവ്യൂസും അപ്ഡേറ്റ്സ് വെക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.